ഒന്ന് നിൽക്കൂ, അല്പനേരം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത നിങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും എഴുതാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇതൊരു വെറും ഭാവനയല്ല, ഇത് സത്യമാണ്. ഇതേ സത്യം ജീവിതത്തിൽ പകർത്തിയാണ് ബോബ് പ്രോക്ടർ തന്റെ ജീവിതം കൊണ്ട് ഇത് തെളിയിച്ചത്. ഇന്ന് നമ്മൾ ആ രഹസ്യം മനസ്സിലാക്കാൻ പോവുകയാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ ശക്തിയും വേണ്ട കാര്യങ്ങൾ എഴുതിവെക്കുന്ന ശീലവും. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ വളരെ ലളിതമാണ്. ഇത് പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, അതിനെ നിങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങൾ തുടർച്ചയായി ദാരിദ്ര്യത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് വർദ്ധിക്കുക. എന്നാൽ നിങ്ങൾ സമൃദ്ധിയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ചിന്തിച്ചാൽ സാവധാനം അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഈ പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളെയും വികാരങ്ങളെയും ഒരു കൽപ്പന പോലെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, എന്റെ ജീവിതം ആനന്ദകരമാണ് എന്ന് നിങ്ങൾ ഓരോ ദിവസവും എഴുതുമ്പോൾ നിങ്ങളുടെ അവബോധ മനസ്സിന് നിങ്ങൾ പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഈ നിർദ്ദേശമാണ് പതുക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. എന്തുകൊണ്ട് എഴുതുന്നത് പ്രധാനമാണ്? ബോബ് പ്രോക്ടർ പറയുന്നു, ചിന്തകൾ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾ അവയെ ആവർത്തിക്കുകയും നിങ്ങളുടെ അവബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കുകയും ചെയ്യുമ്പോഴാണ്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വെറുതെ ചിന്തിക്കുക മാത്രമല്ല, ആ ആശയത്തെ ആഴത്തിൽ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇത് മണ്ണിലൊരു വിത്ത് പാകുന്നത് പോലെയാണ്. നിങ്ങൾ അതിന് തുടർച്ചയായി വെള്ളമൊഴിച്ചു കൊടുത്താൽ അത് മുളയ്ക്കും. എഴുതുക എന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. ബോബ് പ്രോക്ടറുടെ കഥ. ബോബ് പ്രോക്ടറുടെ തുടക്കം വളരെ സാധാരണമായിരുന്നു. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമോ സാമ്പത്തിക ഭദ്രതയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അദ്ദേഹം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം വായിച്ചു. ഓരോ ദിവസവും തന്റെ ലക്ഷ്യങ്ങൾ എഴുതുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ ജീവിതം മാറുമെന്ന് അദ്ദേഹം അതിലൂടെ പഠിച്ചു. അദ്ദേഹം ഈ ശീലം തുടങ്ങി. ആദ്യം മാറ്റങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ പതുക്കെ ശരിയായ അവസരങ്ങളും ശരിയായ ആളുകളും അദ്ദേഹത്തെ തേടിവന്നു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം കോടീശ്വരനായി മാറി. എഴുതേണ്ട രീതി. ഇനി ചോദ്യമിതാണ്: എങ്ങനെ എഴുതണം? എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒരു ഡയറിയിൽ എഴുതുക. എപ്പോഴും വർത്തമാനകാലത്തിൽ വേണം എഴുതാൻ. ആ കാര്യം ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ളതുപോലെ. ഉദാഹരണത്തിന്, ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്, ഞാൻ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമാണ്, എനിക്ക് വിജയവും സ്നേഹവും ലഭിക്കുന്നുണ്ട്. എഴുതുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സുകൊണ്ട് അനുഭവിക്കുക. എഴുതുമ്പോൾ വെറും വാക്കുകൾ മാത്രം എഴുതുകയും ഉള്ളിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്താൽ ഫലം കുറവായിരിക്കും. എന്നാൽ എഴുതുമ്പോൾ നിങ്ങളെത്തന്നെ ആ അവസ്ഥയിൽ കണ്ടാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉടൻ തന്നെ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും. 3 ഘട്ടങ്ങൾ: ചിന്തിക്കുക, അനുഭവിക്കുക, ആകർഷിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ 3 ഘട്ടങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. 1 ചിന്ത, 2 വികാരം, 3 ആകർഷണം. നിങ്ങൾ ഒരേ ചിന്ത വീണ്ടും വീണ്ടും കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ ആ ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. വികാരങ്ങൾ ചേരുമ്പോൾ ഒരു കമ്പനമുണ്ടാകുന്നു. ഈ കമ്പനം പ്രപഞ്ചത്തിന് സന്ദേശമയക്കുന്നു. പ്രപഞ്ചം ആ കമ്പനത്തിനനുസരിച്ച് മറുപടി നൽകുന്നു. കഥ. സാധാരണക്കാരനിൽ നിന്ന് കോടീശ്വരനിലേക്ക് അമേരിക്കയിലെ ഒരു സാധാരണക്കാരൻ ബോബ് പ്രോക്ടറുടെ ഉപദേശം സ്വീകരിച്ചു. അവന് ജോലിയില്ലായിരുന്നു, ജീവിതം നിറയെ കഷ്ടപ്പാടുകളായിരുന്നു. അവൻ ഓരോ ദിവസവും ഇത് എഴുതാൻ തുടങ്ങി: എനിക്ക് സ്ഥിരമായ വരുമാനമുണ്ട്, എന്റെ ജീവിതം സന്തോഷകരമാണ്. ആദ്യം ഒന്നും മാറിയില്ല. പക്ഷേ അവൻ എഴുത്തം നിർത്തിയില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവനൊരു നല്ല ജോലി കിട്ടി. അവിടെ നിന്ന് വരുമാനം വരാൻ തുടങ്ങി. അവൻ വീണ്ടും എഴുതി: എന്റെ വരുമാനം ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വന്തമായി ബിസിനസ് തുടങ്ങി, സാമ്പത്തികമായി സ്വതന്ത്രനായി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രക്രിയ പെട്ടെന്ന് ഫലം തരുന്ന ഒന്നല്ല. എന്നാൽ സാവധാനം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഇത് മാറ്റാൻ തുടങ്ങും. അഭ്യാസം. ജീവിതലക്ഷ്യം എഴുതുക. ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണോ അതെഴുതൂ. അത് ഇപ്പോൾ തന്നെ നടന്നതുപോലെ വേണം എഴുതാൻ. നിങ്ങളുടെ സ്വപ്നം വീട് വാങ്ങലാണെങ്കിൽ എനിക്ക് വീട് വാങ്ങണം എന്നല്ല എഴുതേണ്ടത്. മറിച്ച് ഞാൻ എന്റെ മനോഹരമായ വീട്ടിൽ താമസിക്കുന്നു എന്നെഴുതുക. സ്വപ്നം കോടീശ്വരനാകാനാണെങ്കിൽ എനിക്ക് കോടീശ്വരനാകണം എന്നല്ല, ഞാൻ കോടീശ്വരനാണ്, എന്റെ ജീവിതം സമൃദ്ധമാണ് എന്നെഴുതുക. കൃതജ്ഞതയുടെ മഹത്വം. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ ഇന്ധനമാണ് കൃതജ്ഞത. നന്ദി, എനിക്ക് ഈ ജീവിതം ലഭിച്ചതിന്. നന്ദി, എന്റെ വരുമാനം കൂടുന്നതിന്. നന്ദി, എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നെഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നു. ഈ എനർജിയാണ് കൂടുതൽ നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. പണം, ബന്ധങ്ങൾ, ആരോഗ്യം. പണത്തിനു വേണ്ടി എന്റെ വരുമാനം തുടർച്ചയായി കൂടുന്നു എന്ന് ദിവസവും എഴുതുക. ബന്ധങ്ങൾക്കു വേണ്ടി എന്റെ ബന്ധങ്ങൾ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ് എന്നെഴുതുക. ആരോഗ്യത്തിനു വേണ്ടി ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമാണ് എന്നെഴുതുക.
എല്ലാ മേഖലയിലും ഒരേ നിയമമാണ് വേണ്ടത്: എഴുതുക, അനുഭവിക്കുക, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുക. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ദിവസവും എത്ര ചിന്തകളാണ് ചിന്തിക്കുന്നത്? ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു മനുഷ്യൻ ദിവസത്തിൽ ഏകദേശം 60,000 മുതൽ 80,000 വരെ ചിന്തകളിലൂടെ കടന്നുപോകുന്നു എന്നാണ്. പക്ഷേ സങ്കടകരമായ കാര്യം, ഇതിൽ ഭൂരിഭാഗവും ഇന്നലെ ചിന്തിച്ച അതേ പഴയ ചിന്തകളാണ്. അതായത് നമ്മൾ ദിവസവും പഴയ ചിന്തകൾ തന്നെ ആവർത്തിക്കുന്നു. അതിനാൽ ജീവിതവും പഴയതുപോലെ തന്നെ തുടരുന്നു. ഇനി ചോദ്യമിതാണ്, പുതിയൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ പഴയ ചിന്തകൾ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ലക്ഷ്യം മാറണമെങ്കിൽ ചിന്തകളും മാറണം. ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ഇന്നലെ ചിന്തിച്ചത് തന്നെ ഇന്നും ചിന്തിച്ചാൽ നിങ്ങളുടെ ഭാവിയും ഇന്നലത്തെ പോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ദിവസവും എഴുതാൻ പഠിപ്പിച്ചത്. എഴുതുമ്പോൾ ചിന്തകൾ മാറും, ചിന്തകൾ മാറുമ്പോൾ വികാരങ്ങൾ മാറും, വികാരങ്ങൾ മാറുമ്പോൾ യാഥാർത്ഥ്യം മാറും. ഇനിയൊരു ഉദാഹരണം നോക്കാം. ഒരാളുടെ കയ്യിൽ പണമില്ലെന്ന് കരുതുക. അവന്റെ മനസ്സിൽ എപ്പോഴും ഇതാണ്: എന്റെ കയ്യിൽ പണമില്ല, എന്റെ അവസ്ഥ മോശമാണ്, കുറച്ചുകൂടി പണമുണ്ടായിരുന്നെങ്കിൽ. അയാൾ തന്റെ പ്രശ്നം പറയുകയാണെന്നാണ് കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ ലോ ഓഫ് അട്രാക്ഷന് നിർദ്ദേശം നൽകുകയാണ്: ജീവിതത്തിൽ ഇല്ലായ്മ തുടരാൻ. പ്രപഞ്ചം അയാളുടെ ചിന്തയും വികാരവും പിടിച്ചെടുക്കുന്നു, അതാണ് തിരികെ നൽകുന്നത്. മറിച്ച് അയാൾ ദിവസവും എഴുതാൻ തുടങ്ങിയാൽ, എന്റെ വരുമാനം കൂടുന്നു, എന്റെ ജീവിതം സമൃദ്ധമാണ്, എനിക്ക് പണം എളുപ്പത്തിൽ ലഭിക്കുന്നു. അപ്പോൾ അവന്റെ ചിന്തകൾ മാറും. സാവധാനം വിശ്വാസം വരും. വിശ്വാസം വന്നാൽ അവസരങ്ങളും മാറും. ഇതാണ് ചിന്തകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള കളി. ഇനി ചോദ്യം, എഴുതിയാൽ മാത്രം മതിയോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഇതിന് ബോബ് പ്രോക്ടർ വളരെ ലളിതമായ മറുപടി നൽകുന്നു: എഴുതുക എന്നത് ആദ്യ പടിയാണ്. അത് ഉപബോധ മനസ്സിന് പുതിയ നിർദ്ദേശം നൽകുന്നു. എന്നാൽ എഴുതിയത് വായിക്കണം, പറയണം, അനുഭവിക്കണം. പേപ്പറിൽ മാത്രം ഒതുക്കരുത്, ശരീരത്തിലേക്കും മനസ്സിലേക്കും കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ ശീലങ്ങൾ മാറും. ശീലമാണ് മനുഷ്യനെ ദരിദ്രനിൽ നിന്ന് സമ്പന്നനാക്കുന്നത്, ദുഃഖിതനിൽ നിന്ന് സന്തോഷവാനിക്കുന്നത്. നമുക്ക് മറ്റൊരു കഥ കേൾക്കാം. ഒരു സ്ത്രീ ബോബ് പ്രോക്ടറുടെ സെമിനാറിൽ പങ്കെടുത്തു. വിവാഹമോചനം നേടി സാമ്പത്തികമായി തകർന്ന് വളരെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർ. ബോബ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ദിവസവും എഴുതാൻ തുടങ്ങൂ. അവർ ഓരോ ദിവസവും എഴുതി: ഞാൻ സന്തോഷവതിയാണ്, എനിക്കൊരു സ്നേഹനിധിയായ പങ്കാളിയുണ്ട്, ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രയാണ്. ആദ്യം ഇതൊക്കെ നുണയാണെന്ന് അവർക്ക് തോന്നി. പക്ഷേ എഴുത്ത് നിർത്തിയില്ല. പതുക്കെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു. പുതിയ ജോലി കിട്ടി, വരുമാനം കൂടി. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ ലഭിച്ചു. അവർ പറഞ്ഞു, ഞാൻ എന്താണോ എഴുതിയത് അതാണ് എനിക്ക് ലഭിച്ചത്. സുഹൃത്തുക്കളെ, ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ജാലവിദ്യ. ഇതൊരു അത്ഭുതമല്ല, ചിന്തകളുടെ ശാസ്ത്രമാണ്. നിങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ, എഴുതുമ്പോൾ, അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനിയൊരു അഭ്യാസം ചെയ്യാം. കണ്ണുകളടയ്ക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഓർക്കൂ. സ്വയം പറയൂ, എനിക്കത് ലഭിച്ചു കഴിഞ്ഞു, ഞാൻ ആ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. ആ ദൃശ്യം കൺമുന്നിൽ കാണൂ. ഉടൻ തന്നെ അത് പേപ്പറിൽ എഴുതൂ. ഇത് ദിവസവും ചെയ്താൽ നിങ്ങളുടെ ചിന്തകളും ദിശയും മാറും. ബോബ് പ്രോക്ടർ പറയുമായിരുന്നു, മനുഷ്യൻ എന്താണോ രാവും പകലും ചിന്തിക്കുന്നത് അവൻ അതായിത്തീരുന്നു. ഇതൊരു പുസ്തകത്തിലെ വരിയല്ല, ജീവിത നിയമമാണ്. ചിന്തകൾ മാറ്റിയില്ലെങ്കിൽ പുറമെ ഒന്നും മാറില്ല. ചിന്തകൾ മാറ്റിയാൽ എല്ലാം മാറും. ഇനി മറ്റൊരു പ്രധാന കാര്യം, കൃതജ്ഞത. ബോബ് പ്രോക്ടർ പറയുമായിരുന്നു, കൃതജ്ഞത നിങ്ങളുടെ ചിന്തകളെ കാന്തമാക്കി മാറ്റുന്നു എന്ന്. നന്ദി, എനിക്ക് ഈ ജീവിതമുണ്ട്. നന്ദി, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. നന്ദി, എന്റെ വരുമാനം കൂടുന്നു എന്നെഴുതുമ്പോൾ നിങ്ങൾ നന്ദി പറയുക മാത്രമല്ല, കൂടുതൽ ലഭിക്കാനുള്ള വാതിൽ തുറക്കുകയാണ്. ഒരാളൊരു പരീക്ഷണം നടത്തി. ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. ആദ്യം നിസ്സാരമായി തോന്നി. എന്നാൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്റെ ശ്രദ്ധ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറിയെന്ന് അയാൾക്ക് മനസ്സിലായി. ശ്രദ്ധ മാറിയപ്പോൾ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തി. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കി, വേണ്ടത് ദിവസവും എഴുതുക, വർത്തമാനകാലത്തിൽ എഴുതുക, അത് അനുഭവിക്കുക, നന്ദി പറയുക. പക്ഷേ ഒരു കാര്യം കൂടി അത്യാവശ്യമാണ്: ക്ഷമ. ലോ ഓഫ് അട്രാക്ഷൻ ഇന്നെഴുതി നാളെ ഫലം തരുന്ന മാന്ത്രികവടിയല്ല. വിത്ത് പാകിയാൽ ഫലം വരാൻ സമയമെടുക്കും. അതുപോലെയാണിതും. പക്ഷേ നിങ്ങൾ എഴുത്ത് തുടരുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ ഫലം ഉറപ്പാണ്. ഒന്ന് ചിന്തിക്കൂ, അടുത്ത ഒരു വർഷത്തേക്ക് ദിവസവും വെറും 5 മിനിറ്റ് എഴുതാൻ നിങ്ങൾ തയ്യാറായാൽ ജീവിതം എത്രമാത്രം മാറും? ഇതൊരു ചെറിയ കാര്യമാണെന്ന് ഇപ്പോൾ തോന്നാം. പക്ഷേ ഈ ചെറിയ ശീലമാണ് വലിയ മാറ്റം കൊണ്ടുവരുന്നത്. ബോബ് പ്രോക്ടർ പറയുമായിരുന്നു, ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് വ്യക്തമായി കാണാനും അതിൽ നന്ദി പ്രകടിപ്പിക്കാനും സാധിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കും. എഴുതുക എന്നത് വെറും വാക്കുകളല്ല, അതൊരു ചിത്രം നിർമ്മിക്കലാണ്. നിങ്ങളോടൊരു ചോദ്യം: നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചാൽ അത് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ?
അതെ എന്നാണെങ്കിൽ ഇന്ന് തന്നെ എഴുതാൻ തുടങ്ങൂ. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടു ലോ ഓഫ് അട്രാക്ഷൻ ഭാവനയല്ല, ചിന്തകളുടെ ശക്തിയാണെന്ന്. അത് നിശബ്ദമായി പ്രവർത്തിക്കുന്ന നിയമമാണ്. വ്യത്യാസം ഇത്രമാത്രം, നിങ്ങൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ. ബോബ് പ്രോക്ടർ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നനായതും ഒരു സ്ത്രീ തന്റെ തകർന്ന ജീവിതം തിരിച്ചുപിടിച്ചതും നമ്മൾ കണ്ടു. ചെറിയ വാക്കുകൾക്ക് ഭാവിയെ മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ നിങ്ങൾക്ക് അവസാനമായി ഒരു കഥ കൂടി പറഞ്ഞുതരാം. ഒരു യുവാവ് വളരെ മോശം അവസ്ഥയിലായിരുന്നു. ജോലിയില്ല, ബന്ധങ്ങൾ തകർന്നു, താൻ നിർഭാഗ്യവാനാണെന്ന് അവൻ കരുതി. ഒരു ദിവസം അവൻ സ്വന്തം ജീവിതകഥ തിരുത്തി എഴുതാൻ തീരുമാനിച്ചു. ബോബ് പ്രോക്ടറുടെ വാക്കുകൾ കേട്ട് അവൻ ഡയറിയിൽ എഴുതി, ഞാൻ സന്തോഷവാനാണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, എന്റെ ജീവിതം സന്തുലിതമാണ്, ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ആദ്യം അവന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. പക്ഷേ അവൻ എഴുത്തു തുടർന്നു. പതുക്കെ അവന്റെ ചിന്ത മാറി, ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ പുതിയ അവസരങ്ങൾക്കായി തയ്യാറായി. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവന് ജോലി കിട്ടി, വരുമാനം കൂടി. വർഷങ്ങൾക്ക് ശേഷം അവൻ എഴുതിയ അതേ അവസ്ഥയിലെത്തി. അവൻ പറഞ്ഞു, ഞാൻ ആദ്യം പേപ്പറിൽ എഴുതി, പിന്നീട് പ്രപഞ്ചം എന്റെ വിധിയിലെഴുതി. സുഹൃത്തുക്കളെ, ഇതാണ് എഴുത്തിന്റെ ശക്തി. നിങ്ങളുടെ ജീവിതം മറ്റാരുമല്ല എഴുതുന്നത്, അത് എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണ്. ദിവസവും 5 മിനിറ്റ് എഴുതാൻ തയ്യാറായാൽ വരും വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതം സ്വപ്നതുല്യമാകും. ഇന്ന് തന്നെ തീരുമാനിക്കൂ. ഇനി പരാതികൾ എഴുതേണ്ട, പരിഹാരങ്ങൾ എഴുതാം. ഭയത്തിനു പകരം വിശ്വാസം എഴുതാം. ഇല്ലായ്മയ്ക്ക് പകരം സമൃദ്ധി എഴുതാം. കാരണം ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടത് ദിവസവും എഴുതൂ. പ്രപഞ്ചം അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുന്നത് കാണൂ. ഈ അറിവ് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ജീവിതം മാറ്റിമറിക്കുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓർക്കുക, നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈകളിലാണ്. എഴുതാൻ തുടങ്ങൂ, ജീവിതം മാറ്റൂ.